പ്രമേഹമുള്ള ആളുകളോട് നമ്മൾ ആഹാര ക്രമീകരണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ആഹാരം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവർ നമ്മളോട് പറയും ഡോക്ടറെ ഞങ്ങളിത് ഇത്രയും ചോറ് കഴിക്കുന്നുള്ളെന്ന് പറയും. അപ്പോൾ ശരിയാണ്, ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ അളവ് കുറയ്ക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ നമ്മൾ പച്ചക്കറികളും പയറും അതുപോലെ തന്നെ മുട്ട പോലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത്. പക്ഷെ പല ആളുകളും വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. ചില ആഹാര സാധനങ്ങൾ നമ്മളിത് ഇത്രയും കഴിച്ചാൽ മതി, ചെറിയ അളവിൽ കഴിച്ചാൽ മതി, 2-3 പ്ലേറ്റ് ചോറ് കഴിച്ചതിൻ്റെയോ അല്ലെങ്കിൽ ലഡുവും ജിലേബിയോ കഴിച്ചാൽ അതേ എഫക്റ്റ് നമ്മുടെ ശരീരത്തിന് കിട്ടും. അങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ പല ആളുകളും വിട്ടുപോവുകയും അത് കൂടുതലായിട്ട് കഴിക്കുകയും ചെയ്യുന്നുണ്ട് പ്രമേഹ രോഗികൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് മധുരം ഇല്ലാണ്ട് ചായ കുടിക്കും അല്ലേ പ്രമേഹമുള്ള ആൾക്കാർ. പക്ഷെ ആ ചായയുടെ കൂടെയിൽ 1-2 ബിസ്ക്കറ്റോ റസ്കോ പോലുള്ള സാധനങ്ങൾ കഴിക്കും. ഈ റസ്കിലും ബിസ്ക്കറ്റിലും ഒക്കെ അവർ ഒരു ടേസ്റ്റ് എൻഹാൻസർ ആയിട്ട് ആഡഡ് ഷുഗർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലുള്ള സാധനങ്ങളാണ്. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് സുക്രോസ് ആണ്. അതിനേക്കാളും അപകടമാണ് ഈ ആഡഡ് ഷുഗർ ആയിട്ട് വരുന്ന ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ ഈ ബിസ്ക്കറ്റും റസ്കും ഒക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? മൈദ കൊണ്ടാണ്. അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് ട്രാൻസ് ഫാറ്റ് ആണ്. ട്രാൻസ് ഫാറ്റ് ശരിക്കും നമ്മുടെ രക്തക്കുഴലുകൾക്ക് നല്ലതല്ല, ബ്ലോക്ക് ഉണ്ടാകാനൊക്കെ ആയിട്ട് കാരണമാകുന്നതാണ്. ഇൻഫ്ലമേഷനും ബ്ലോക്കും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ പാൻക്രിയാസിനും ലിവറിനും ഒക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ വരെ സാധ്യതയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ അത് അറിയാതെ കൂടുതലായിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ നമ്മുടെ ഡയറ്റിലേക്ക് വരുന്നുണ്ട്. പാക്കറ്റിൽ വരുന്ന പല സാധനങ്ങളും ഇതെല്ലാം നമ്മൾ, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്കുകൾ, ഇതിൻ്റെ എല്ലാം പുറകിൽ നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് എന്നുള്ളതൊന്ന് വായിച്ചു നോക്കി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതിൻ്റെ അകത്തൊക്കെ എന്താണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഇനി ഇതുപോലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്യുക. ചോറിൻ്റെ അളവോ ചപ്പാത്തിയുടെ അളവോ മാത്രം കുറച്ചതുകൊണ്ട് കാര്യമില്ല. അതിനോടൊപ്പം നമുക്ക് ഇലക്കറികൾ അതുപോലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയും വേണം. ഇതുപോലുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഒഴിവാക്കുകയും വേണം എന്നുള്ളതാണ്.